ഇന്നിവിടെ നമുക്ക് ഔട്ട്ഡോർ കാറ്റ് 6 കേബിളുകളെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. അതായത് നമുക്ക് എന്തായാലും നമ്മൾ കാറ്റ് 6 നെറ്റ്വർക്ക് കേബിളിംഗ് ലൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്ഡോർ വലിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എത്രയും കേബിളുകൾ സെലക്ട് ചെയ്യണമെന്ന് നമ്മൾക്ക് ഇവിടെ നോക്കാം. അത് തന്നെ ആദ്യം പറയുകയാണെങ്കിൽ നമ്മൾ കാറ്റ് 6 കേബിളിലെ നമുക്ക് പറയുകയാണെങ്കിൽ കാറ്റ് 6 നമ്മളിപ്പോൾ കാറ്റ് 6 എ തുടങ്ങിയ കേബിളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആക്ച്വലി നോർമൽ ഗതിയിൽ ഔട്ട്ഡോർ വലിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ കുറച്ച് ടഫായിട്ടുള്ള സിറ്റുവേഷൻസിൽ, അതായത് UG അണ്ടർഗ്രൗണ്ട് വലിക്കുമ്പോഴാണെങ്കിലോ അല്ലെങ്കിൽ ഇത്തിരി ക്ലൈമറ്റ് ഭയങ്കര വേസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടെയൊക്കെ വലിക്കുമ്പോൾ ഇത്തരം ഔട്ട്ഡോർ കേബിളുകൾ നമ്മൾ ഉപയോഗിക്കാം. സാധാരണഗതിയിൽ നമ്മൾ നോർമൽ കാറ്റ് 6 ഇപ്പോൾ ഇറങ്ങുന്ന കാറ്റ് 6 ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. അത് നമ്മൾ ഔട്ട്ഡോർ വലിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഔട്ട്ഡോർ കേബിൾസ് അതല്ല, ഔട്ട്ഡോർ കേബിൾസ് വേറെയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് വരുന്നതിൽ ഔട്ട്ഡോർ കേബിൾസിൽ ആദ്യം വരുന്നത് കാറ്റ് 6 ഔട്ട്ഡോർ ഡബിൾ ജാക്കറ്റ് കേബിൾ എന്ന് പറയും. അതായത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം, നമ്മളെല്ലാം പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതതിൻ്റെ ഒരു കാറ്റ് 6 ഡബിൾ ജാക്കറ്റ് ഔട്ട്ഡോർ കേബിളാണിത്. അപ്പോൾ ഇത് നോർമലി കാറ്റ് 6ൻ്റെ നമ്മുടെ നോർമലി വരുന്ന 8 വയറുകൾ തന്നെയാണ് ഇതിനകത്തുള്ളത്. 8 വയറുകളാണ് ഇതിനകത്തുള്ളത്, നോർമൽ വയറുകൾ തന്നെയുള്ളത്. അതിനകത്ത് ഇതിന് പുറമെ ആ ഒരു പ്ലാസ്റ്റിക് ഷീൽഡ് ഉണ്ട്. അതിന് പുറമെ ഡബിൾ ജാക്കറ്റ് എന്ന് പറയാൻ കാരണം വെച്ചാൽ ഓൾറെഡി ഇതൊരു നല്ല കട്ടിയുള്ളൊരു ജാക്കറ്റ് ഇതിൻ്റെ മുകളിലുണ്ട്. അതിന് പുറമെ വേറൊരു കോട്ടിങ്ങും കൂടി, അതായത് അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വലിയൊരു നല്ല ടെമ്പറായിട്ട് തന്നെ ഇരിക്കും നമുക്ക് ആ ഒരു ഡബിൾ ജാക്കറ്റ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 ജാക്കറ്റുകൾ എന്നാണെങ്കിൽ പറയാം, ഈ 2 പോർഷൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു ഡബിൾ ജാക്കറ്റ് അതിന് പുറമെ നടുക്ക് ആ ഒരു ഇൻ്റർഫറൻസ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു പോർഷനും കൂടിയുണ്ട്. അപ്പോൾ ഇതാണ് ഡബിൾ ജാക്കറ്റ് ആർമേഡ് കേബിൾ കേട്ടോ. ഡബിൾ ജാക്കറ്റ് ഔട്ട്ഡോർ കേബിൾ. കാറ്റ് 6ൻ്റെ തന്നെ ഡബിൾ ജാക്കറ്റ് ഔട്ട്ഡോർ കേബിളാണ്. അപ്പോൾ നോർമൽ ഗതിയിൽ നിങ്ങൾ CCTVയുടെയൊക്കെ NVR ഒക്കെ വലിക്കാൻ നേരത്താണ് നമ്മൾ കുറച്ച് കേബിൾ നമ്മൾ പുറത്തുകൂടി പോകുന്നുണ്ട്, കാറ്റ് 6 തന്നെ വലിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഡബിൾ ജാക്കറ്റ് മേടിച്ചാൽ മതി. ആർമേഡ് കേബിളുകൾ വലിക്കേണ്ട ആവശ്യമില്ല. ആർമേഡ് കേബിളുകൾ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം, ഇപ്പോൾ തന്നെ അതും കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഈ ഒരു ഡബിൾ ജാക്കറ്റ് എന്ന് പറയുന്നത്, മനസ്സിലാക്കിയിരിക്കുക. അതായത് ഈ ഒരു 2 കോട്ടിംഗ് ജാക്കറ്റ് വരുന്നുണ്ട്. ഇത് നല്ല ബലത്തിലാണ് ഇരിക്കുന്നത്. നമ്മൾ വെറുതെ ഒന്നും ഒരു എലിയോ വലിയോ ഒക്കെ ഒന്ന് കടിച്ചാലൊന്നും ഇത് പോകില്ല. അത്ര നല്ല ടഫ് കേബിളാണത്, വളക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഡബിൾ ജാക്കറ്റ് കേബിൾ തന്നെ ധാരാളമാണ് നമ്മൾ നോർമൽ പർപ്പസ് കാര്യങ്ങൾക്കൊക്കെ ചെയ്യുമ്പോൾ. പിന്നെ ഇനി അതല്ല, നമുക്ക് എക്സ്ട്രീം കണ്ടീഷനിൽ വലിക്കുമ്പോൾ നമുക്ക് ആവശ്യം വരുന്ന ഒന്നാണ് ആർമേഡ് കേബിൾ. ആർമേഡ് കേബിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. ഇതുണ്ടല്ലേ, അതായത് ഇതൊരു ഇരുമ്പിൻ്റെ ഒരു കോട്ടിങ്ങാണ്. അതായത് പുറത്തൊരു ജാക്കറ്റ് ഉണ്ട്, ഇതുപോലെ തന്നെ ഒരു ജാക്കറ്റ് ഉണ്ട്. അതായത് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ്ങിനുള്ള നല്ല കട്ടിയുള്ള ആ ഒരു ജാക്കറ്റ് ഉണ്ട്. അതിന് പുറമെ ഈ കാണുന്നത് ഇരുമ്പാണ്, അല്ലേ, നല്ല കട്ടിയുള്ള ഇരുമ്പാണ്. അപ്പോൾ അത് നമ്മൾ അത്രയും എക്സ്ട്രീം കണ്ടീഷനിലൊക്കെ ഒരിക്കുമ്പോൾ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടി വണ്ടി കയറിയാലോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു JCB കയറിയാൽ പോലും ഇതിൻ്റെ മുകളിൽ കൂടി ഒന്നും പറ്റില്ല. കാരണം അത്ര കട്ടിയാണ് ഇതിൻ്റെ ഈ ഒരു പോർഷന് വന്നത്. അപ്പോൾ ഇതാണ് ആർമേഡ് കേബിൾ എന്ന് പറയുന്നത്. അത്രയും എക്സ്ട്രീം കണ്ടീഷനിൽ മാത്രം നമ്മൾ ഈ ആർമേഡ് കാറ്റ് 6 ഔട്ട്ഡോർ കേബിൾസ് ഉപയോഗിച്ചാൽ മതി. രണ്ടാമത് കാണുന്ന ആർമേഡ് കാറ്റ് 6 കേബിൾസ് എന്ന് പറഞ്ഞാൽ ആർമേഡ് കേബിൾ ഇതാണ്. അപ്പോൾ അറിഞ്ഞിരിക്കട്ടോ, നിങ്ങളിത് സാധാരണ ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയറായിട്ട് നമ്മൾ പോകുമ്പോൾ ഈ സാധനം ഒന്നും കണ്ടു വരില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക, ഇങ്ങനത്തെ കേബിൾ ഉണ്ടെന്നുള്ള ആർമേഡ് കേബിളും ഡബിൾ ജാക്കറ്റ് കേബിളൊക്കെ ഔട്ട്ഡോർ വരുന്ന കേബിൾ ഉണ്ടെന്നൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതാണ് ആർമേഡ് കേബിൾ കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആർമേഡ് കേബിളിന് ഈ കോട്ടിങ് തന്നെയാണ്. ഇതൊന്നും നമുക്ക് വളക്കാൻ പറ്റില്ല, അത്രയൊക്കെ കട്ടിയാണതൊന്നും. അപ്പോൾ ഇതൊരു വണ്ടി കയറിയാലോ, ഞാൻ പറഞ്ഞ പോലെ എത്ര വലിയ വാഹനം കയറിയാലും ഇത് പോകില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്ട്രീം കണ്ടീഷനിലൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ഔട്ട്ഡോറിൽ പെടുന്നതാണ്. അതിൻ്റെ തന്നെ ആർമേഡ് തന്നെ ഫൈബർ കേബിളുണ്ട്. ഫൈബർ കേബിൾ നിങ്ങൾക്കറിയാം, കണ്ടില്ലേ, ഇതിൻ്റെ അകത്തൊരു ഫൈബറാണ് നാര് പോലത്തെ ഒരു പോർഷൻ ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ. ഫൈബർ കേബിൾ അതാണല്ലോ. ഫൈബർ കേബിളിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പിന്നെ പഠിക്കാം. ഫൈബർ കേബിളിലും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇതൊരു 6Fൻ്റെ ഒരു ഫൈബർ കേബിളാണ്. അതായത് ആ ഒരു അത്രയും കോറുകളാണ് അതിനകത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിനകത്തും വരുന്നുണ്ട് ആർമേഡ്, കണ്ടില്ലേ, ആ ഒരു ഇരുമ്പിൻ്റെ കോട്ടിങ് വരുന്നുണ്ട്. അതും ഈ പറഞ്ഞ കട്ടിക്കല ഒക്കെ ആയിട്ട് തന്നെ ഇരിക്കും, ആർമേഡായിട്ടിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു ഔട്ട്ഡോർ കേബിൾസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഔട്ട്ഡോർ കാറ്റ് 6 കേബിൾസ് ഇതൊക്കെയാണ്. ഡബിൾ ജാക്കറ്റ്, പിന്നെ ആർമേഡ് കേബിൾസും ഇതാണ് കാറ്റ് 6ൻ്റെ തന്നെയാണ്. ഇതെല്ലാം കാറ്റ് 6 തന്നെയാണ്. ഈ ഫൈബറിൻ്റെ ഒഴിച്ച്, ഫൈബർ നമ്മൾ എടുത്തുന്നുള്ളൂ. ഇത് രണ്ടും കാറ്റ് 6 ആണ്. അതായത് ഡബിൾ ജാക്കറ്റ് കാറ്റ് 6 കേബിളും അതുപോലെ തന്നെ ആർമേഡ് കാറ്റ് 6 കേബിളുമാണിത്. അപ്പോൾ ഇതാണ് ഔട്ട്ഡോറിൽ വലിക്കുന്നത്. അതും എക്സ്ട്രീം കണ്ടീഷനിലൊക്കെയാണ് വലിക്കുന്നത്. നോർമൽ ഗതിയിലൊക്കെ നമുക്ക് ഔട്ട്ഡോർ നമ്മുടെ കാറ്റ് 6 കേബിൾ തന്നെ വലിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതൊരു വീടിൻ്റെ ഉള്ളിൽ നിന്ന് മേലോട്ടൊരു കണക്ഷൻ എടുക്കാൻ നേരത്തൊക്കെയാണ് പുറത്തേക്കൂടി നമ്മൾ ആ ഒരു കേബിളിൽ ചെയ്യുകയാണെങ്കിലൊക്കെ ആ ഒരു കാറ്റ് 6 വലിച്ചാൽ കുഴപ്പമൊന്നുമില്ല. കാറ്റ് 6ൽ ഇപ്പോൾ നല്ല കണ്ടീഷൻ കേബിൾസ് തന്നെയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാറ്റ് 6 നിങ്ങൾക്ക് വലിക്കാം. അല്ലാത്ത എക്സ്ട്രീം കണ്ടീഷൻസിൽ ഇതുപോലുള്ള ആർമേഡ് അല്ലെങ്കിൽ ഡബിൾ ജാക്കറ്റ് കാറ്റ് 6 കേബിളുകൾ ഉപയോഗിക്കാം. ഓക്കെ.